ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വിലപിടിപ്പുള്ള ഡ്രസ്സ് വാങ്ങാൻ പോകേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നല്ലൊരു സാരി ഉണ്ടെന്ന രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ഉണ്ടെന്ന രീതിയിൽ നല്ല ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തയ്യാറാക്കി എടുക്കാന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഏകദേശം തോന്നും, എന്നാൽ ബാക്ക് വശത്തൊക്കെ വ്യത്യാസമുണ്ട്. ഇതേപോലെ ബാക്ക് വശമൊക്കെ വരുന്ന രീതിയിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ഫംഗ്ഷൻ ഇടാൻ പറ്റിയതായിട്ടുള്ള ഒരു ഡ്രസ്സ് ഈ സാരിയും കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നത്, നമുക്ക് ഉടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ സാരിയാണ് ഉടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മുടെ എത്ര ലെങ്ത് ആണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ സാധാരണ സാരി ചുറ്റുമ്പോൾ കുത്തുന്ന പോലെ തന്നെ ഇങ്ങനെ കുത്തും. നമ്മൾ സാധാരണ സാരി ചുറ്റുമ്പോൾ ഇത്രയുമായിട്ട് ഇങ്ങനെ ഉടുക്കുമല്ലോ. പുറവശമൊക്കെ ഇതിന്റെ ബാക്ക് വശമൊക്കെ ശരിക്കും അണ്ടർ സ്കർട്ടിലോട്ട് ഇങ്ങനെ കുത്തിയാണ് വെക്കണം. ഇത്രയും വരെ നമ്മൾ സാധാരണ സാരി ചുറ്റുമ്പോൾ ചുറ്റുന്നതാണ്. പക്ഷെ ഇതിന് ഒരു ചുറ്റൂടെ ചുറ്റുവാണ്. എന്നിട്ട് അത് ആ ലെങ്ത് അനുസരിച്ച് തന്നെ കുത്തിവെക്കുക. അപ്പൊ നിങ്ങൾ ഓർക്കാൻ, കാല് അകത്ത് നടക്കാനൊക്കെ പാടാണ്. ഒന്നും നടക്കാനൊന്നും പാടല്ല, അകത്താൻ പറ്റും. കാല് മടക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇനി ഇവിടെ വരെയാക്കി നമ്മൾ കുത്തിവെച്ചു. ഇനി ഇതിന്റെ നമ്മള് സാധാരണ മുന്താണിയായിട്ട് ഇടുന്ന ഭാഗമുണ്ടല്ലോ, ഈ വശം, ഇവിടെ മുതല് സാധാരണ നമ്മൾ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന രീതിയിൽ തന്നെ ഇതേപോലെ പ്ലീറ്റ് എടുക്കാം. നിങ്ങളുടെ ഇപ്പം ഈ ടൈപ്പ് സാരി ഇല്ലാന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. സിൽക്ക് സാരി ആയാലും ഡിസൈൻ ഉള്ള സാരി ആയാലും ഏതായാലും ഉടുക്കാം. അതിനാണ് ആദ്യം ഞാനൊരു ഡിസൈൻ സാരി ആദ്യം ഒന്ന് ഉടുത്ത് കാണിച്ചത്. എന്തിനാ നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ വാങ്ങുന്നേ? നമ്മുടെ ഈ സാരി ഉണ്ടെന്ന് ഒരു നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതേപോലെ ഡ്രസ്സ് ആക്കിക്കൊണ്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി ഒന്നും വാങ്ങിച്ചാൽ മതി. ഇല്ലെങ്കിൽ വീട്ടിലുള്ളതായാലും അമ്മയുടെ ഒക്കെ ആയാലും എടുക്കാവുന്നതാണ്. ഒരു സമയത്ത് ഈ ടീനേജ് കുട്ടികളെല്ലാം സാരി ഉടുക്കുന്നതായിരുന്നു. ഒരു ഫംഗ്ഷന് പോണേ, ഒരു മാരേജിനൊക്കെ പോണെങ്കിൽ അതായിരുന്നു ഒരു ട്രെൻഡ്. എല്ലാവരും സാരി ഉടുക്കുമായിരുന്നു. ഇപ്പൊ എന്നാല് നേരെ തിരിച്ചാണ്. ആരുടെയും വിവാഹം ഉണ്ടെന്നോ എന്തെങ്കിലും പാർട്ടി ഉണ്ടെന്നോ അറിഞ്ഞ് എല്ലാവരും നേരെ പോയി എത്രയും വിലയുണ്ടോ അത്രയും വില കൊടുത്ത് ഡ്രസ്സ് വാങ്ങും. ഇങ്ങനെയൊക്കെ ചില ഒരു വെറൈറ്റി അല്ലേ. ഇതുപോലെ പ്ലീറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയുമാണോ ലെങ്ത് വേണ്ടിയ കുത്തുന്നതിന് വേണ്ടി ആ ലെങ്തില് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചു. നിങ്ങൾക്ക് ഇതിന് വിട്ടുപോകും എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പിൻ കുത്താം. ഞാനിപ്പോ ഇവിടെ പിൻ കുത്തുന്നില്ല. ഇത് നമ്മുടെ ലെങ്ത് അനുസരിച്ച് തന്നെ സെൻട്രലായിട്ട് കുത്തിവെക്കും. കണ്ടോ, ഇവിടെ ഞാൻ എല്ലാ പ്ലീറ്റും കൂടി ഇതേ രീതിയിൽ കുത്തിയിട്ടുണ്ട്. ഇപ്പൊ നല്ല പ്ലീറ്റ് ഇവിടെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടല്ലോ. ഒത്തിരി പ്ലീറ്റ്സ് ഉണ്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇതുപോലെ സാരി കൊണ്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സ് ഇടാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ അതിനിങ്ങനെ രണ്ട് ചുറ്റൊന്നും ഇല്ല, ഒരു ചുറ്റ് മാത്രമേ ഉള്ളൂ. സെൻട്രൽ ഭാഗം എടുത്ത് ഇതുപോലെ മടക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്നും പ്ലീറ്റ് എടുക്കുമായിരുന്നു. ഇത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ടോട്ടൽ മൊത്തത്തില് ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ടു. ഇനി ചെയ്യേണ്ട ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു വശം, ഇത് നേരെ നമ്മൾ നേരത്തെ ഉള്ള സാരി കുത്തിയ രീതിയിൽ തന്നെ
ഇതുപോലെ കൊണ്ടുവന്ന് നേരെ ബാക്കിലായിട്ട് കുത്തിയിറക്കുക. കണ്ട, ഈ ഒരു ഭാഗം നമ്മൾ ആ രീതിയിൽ കുത്തി. ഇനി ഈ ഒരു പ്ലീറ്റിന്റെ അടിഭാഗം എടുത്തു, അതും നേരെ സൈഡിൽ കൂടെ വന്ന് നേരെ ആദ്യം ഇപ്പം നമ്മൾ കുത്തിയതിന്റെ ഭാഗത്തായിട്ട് തന്നെ കുത്തിവെച്ചു. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇവിടെ നല്ല ഭംഗിയായിട്ടില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഈ ഭാഗം ഇതേപോലെ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെ 2 സൈഡിലേക്കും കുത്തിയായിരുന്നു. അതിന്റെ ബാക്ക് വശം വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഭാഗം കിടക്കുന്നത് ഇഷ്ടമില്ലാന്ന് വരില്ല. നിങ്ങൾക്ക് ഇതുപോലെ താത്ത് ഈ 2 ഭാഗം കൂടെ പിടിച്ച് ഒരു പിന്നിങ്ങനെ കുത്താവുന്നതാണ്. ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല, ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. കണ്ട, ഇനി നിങ്ങൾക്ക് വേണമെന്ന് ഇവിടെ എന്തെങ്കിലും ഭംഗിയുള്ള നല്ല ബ്രോച്ച് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുത്തി ഡിസൈൻ ആക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ആയാലും നിങ്ങൾക്ക് ഇതേപോലെ കെട്ടാവുന്നതാണ്. നല്ലൊരു ടോപ്പും കൂടെ ഇടാമെങ്കിൽ വളരെ ഭംഗിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പാർട്ടിക്ക് വാങ്ങി ഇതുപോലെ സാരി വെച്ച് കൊടുത്തതാണെന്നേ ആരും പറയത്തില്ല. നല്ലൊരു ഡിസൈനുള്ള ബെൽറ്റോ അല്ലെങ്കിൽ ഒരു ബ്രോച്ചോ കുത്താവുന്നതാണ്. നിങ്ങളിവർക്ക് ഇപ്പൊ 2 തവണ സാരി അങ്ങനെ വെച്ചതും കൊണ്ട് നിങ്ങൾക്ക് കാലൊക്കെ ചവിട്ടാനൊക്കെ പാടാണെന്ന്, നിങ്ങളുടെ അണ്ടർസ്കേർട്ടിന് വീതി ഉള്ളതാണെന്ന് വരെ തീർച്ചയായിട്ടും നിങ്ങളുടെ കാല് സാധാരണ സാരി ഉടുക്കുമ്പോഴത്തെ പോലെ തന്നെ നിങ്ങൾക്ക് കാല് മാറ്റാവുന്നതാണ്. നല്ല ഭംഗിയല്ലേ? അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് നോക്കണേ. ഇവിടെ എന്തെങ്കിലും ഒരു ബ്രോച്ച്, നല്ല ഭംഗിയുള്ള ബ്രോച്ചോ അല്ലെങ്കിൽ നല്ലൊരു ബെൽറ്റോ ഇടുവാണെങ്കിൽ ടോപ്പെ കൂട്ടി ഇങ്ങനെ കെട്ടുവോ എങ്ങനെയും ചെയ്യുവാണെങ്കിൽ വെറൈറ്റി നല്ലൊരു ഡ്രസ്സ് ആയിരിക്കും നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ തിളങ്ങാൻ, കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സാരി എടുത്ത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെന്നൊരു മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിവിടെ കൊടുത്തേക്കണേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.